കേരള ആഗോള നിക്ഷേപക ഉച്ചകോടിയിൽ നമ്മോടൊപ്പം ചേരുന്നത് സംരംഭകനായിട്ടുള്ള ശശികുമാറാണ്. കേരളത്തിലെ വ്യവസായ സൗഹൃദ അന്തരീക്ഷം വലിയ തോതിൽ മികവാർന്ന രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു വ്യവസായ സൗഹൃദ അന്തരീക്ഷമല്ല എന്നുള്ള എല്ലാ പ്രചാരണങ്ങളെയും തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഈ ഒരു സമ്മിറ്റ് മുന്നോട്ട് പോകുന്നത്. എന്തു തോന്നുന്നു? തീർച്ചയായും താങ്കൾ പറഞ്ഞ വളരെ ശരിയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു പ്രവാസിയായിരുന്നു. ഇപ്പോൾ ഞാൻ തിരിച്ചു വന്നിട്ട് ഒരു സംരംഭം തുടങ്ങിയിരിക്കുന്നു. അതുകൂടാതെ ഇന്ന് നടക്കുന്ന ഈ ഉച്ചകോടി, അതായത് ഇന്നും നാളെയും നടക്കുന്ന ഇൻവെസ്റ്റ് കേരള എന്ന് പറയുന്നത് വളരെ ശ്രദ്ധ ആകർഷിക്കുന്നതും വളരെ അധികം വിലമതിക്കുന്നതുമാണ്. എന്തുകൊണ്ടെന്നാൽ ഞാൻ പറയാതിന് കാരണം ജർമ്മനി, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് 26ഓളം രാജ്യങ്ങളിലെ പ്രതിനിധികൾ പങ്കെടുക്കുന്നു. ഇതുകൂടാതെ 3000ഓളം പ്രതിനിധികളും ഇതിൽ പങ്കെടുക്കുന്നു. ഇത് ഒരു ചില്ലറപ്പെട്ട കാര്യമല്ല, ഇത് വലിയൊരു കാര്യം തന്നെയാണ്. കേരളത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി ഇത് എന്തുകൊണ്ടും ഒരു നാഴികക്കല്ലായിരിക്കും എന്നുള്ളത് സ്പഷ്ടമാണ്, വ്യക്തമാണ്. കൂടാതെ ഭരണപ്രതിപക്ഷ കക്ഷികളുടെ വ്യത്യാസമില്ലാതെ, അതിപ്പോൾ കേരളത്തിലുള്ള ഭരണപ്രതിപക്ഷമായാലും ശരി, കേന്ദ്രത്തിൽ നിന്നുള്ള സപ്പോർട്ടായാലും ശരി, എല്ലാം തന്നെ ഇന്ന് ഉദ്ഘാടന സമ്മേളനത്തിൽ പറയുകയുണ്ടായത് ഈ വക കാര്യങ്ങൾക്കെല്ലാം തന്നെ എല്ലാ സപ്പോർട്ടും നൽകാമെന്നുള്ള രൂപത്തിലാണ്. അതുകൊണ്ട് കേരളത്തിൻ്റെ അഭിവൃദ്ധിക്കും കേരളത്തിൻ്റെ ഉന്നമനത്തിനും അത് വിശിഷ്യ നമുക്ക് കിട്ടുന്ന തൊഴിലന്വേഷകർക്ക് തൊഴിൽ കിട്ടാൻ വേണ്ടിയുള്ള ഒരു സാധ്യത ഉണ്ടാകുന്നൊരു പരിപാടി തന്നെയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ഇത് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും എന്ന് വിശ്വസിക്കുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ താങ്കൾ ഏതാണ്ട് 3 പതിറ്റാണ്ടോളം പ്രവാസിയായിരുന്നു. അപ്പോൾ അങ്ങനെ പ്രവാസിയായിരുന്ന ഒരാളാണ് ഇവിടെ വന്ന് വ്യവസായങ്ങൾ തുടങ്ങുന്നത്. വലിയ വിമർശനങ്ങൾ പോലും പല വ്യാജ പ്രചാരണങ്ങൾ പോലും നിൽക്കുമ്പോഴാണ് വളരെ ആത്മവിശ്വാസത്തോടുകൂടി ഇവിടെ വന്നിട്ട് സംരംഭം തുടങ്ങുന്നത്. എങ്ങനെയാണ് ഈ ഒരു ആത്മവിശ്വാസം കൈവന്നത്? അത് വളരെ സ്പഷ്ടമാണ്. കാരണം എന്താ വെച്ചാൽ എൻ്റെ ഒരു സ്വന്തം കാര്യത്തിൽ എനിക്കൊരു അപേക്ഷ കൊടുത്ത ഉടനെ തന്നെ ആ മുനിസിപ്പാലിറ്റിയിൽ നിന്നും എനിക്ക് അതേ ദിവസം തന്നെ അതിനുള്ള പെർമിഷൻ കിട്ടുക കൂടെ ഉണ്ടായി. അതുകൊണ്ട് സ്വിഫ്റ്റിൽ കൂടെയാണ് എനിക്ക് പെർമിഷൻ കിട്ടിയത്. അതുകൊണ്ട് തന്നെ വലിയ റെഡ് ടേപ്പിസമോ നൂലാമാലകളോ ഇല്ലാതെ തന്നെ എൻ്റെ ബിസിനസ് എനിക്ക് തുടങ്ങാൻ പറ്റി എന്നുള്ളത് സ്പഷ്ടമായിട്ടും എനിക്ക് വ്യക്തമായി മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. അതുതന്നെയാണ് അതിനുള്ള ഏറ്റവും വലിയ ഒരു പ്രചോദനം. നിലവിൽ താങ്കൾ ഏത് മേഖലയിലാണ് സംരംഭകനായി നിൽക്കുന്നത്? ഇനി എന്തൊക്കെയാണ് താങ്കളുടെ പ്രോജക്റ്റുകൾ? ഇപ്പോൾ ഞാനൊരു സർവീസ് ഇൻഡസ്ട്രിയിലാണ് നിൽക്കുന്നത്. ആ സർവീസ് ഇൻഡസ്ട്രിയിൽ തന്നെ കൂടുതൽ മേഖലകൾ കെട്ടിപ്പടുക്കണമെന്നുണ്ട്. 1-2 DPR ഡീറ്റെയിൽ പ്രോജക്റ്റ് റിപ്പോർട്ട് ഗവൺമെൻറ്റിൽ സമർപ്പിച്ചിട്ടുണ്ട്. അതിൽ നിന്നും കിട്ടുന്ന സൗകര്യങ്ങളും അതുപോലെ തന്നെ പ്രചോദനങ്ങളും അതുപോലെ തന്നെ സപ്പോർട്ടും അനുസരിച്ചാണ് പുതിയ മേഖലകളിലേക്ക് പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്.